ഭയമാണ് ഇവർക്ക്, ഭയമാണ്. പക്ഷെ അങ്ങനെ ഭയന്ന് നിന്നാൽ ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ആരുമില്ലാതായി പോകും. ഇപ്പോൾ ഞാനൊക്കെ പാർലമെന്റിലും പ്രസംഗിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഈ കോൺഗ്രസ്സുകാരും ഒന്നും പറയാറുണ്ട്, വലിയ നേതാക്കന്മാർ. ഇപ്പം ഞാൻ പാർലമെന്റിൽ ഈ പ്രാണപ്രതിഷ്ഠ, അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വൈറലായി പോയ ഒരു പ്രസംഗമാണ്. അതായത് രാമൻ നിങ്ങളുടെ അല്ല, രാമൻ ഞങ്ങളുടെയാണ്, മഹാത്മാഗാന്ധിയുടെയാണ്. സ്നേഹത്തിൻ്റെ, അനുതാപത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ രാമനാണ്. നിങ്ങൾക്കൊരു രാമനുണ്ട്. ആ രാമൻ എന്ന് പറയുന്നത് വെറുപ്പിൻ്റെയും വിദൂഷത്തിൻ്റെയും നാദൂരാമൻ. എന്നിട്ട് പിന്നീട് ഞാൻ കൂട്ടിച്ചേർത്തു, സാധാരണ ഇതിൽ അമ്പലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പണി പ്രാണപ്രതിഷ്ഠ നഗലല്ല, നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാ, അവിടെ എല്ലാവരും ഉണ്ട്, ഇവരെല്ലാം ഇരിക്കുമ്പോഴാണ് പറയുന്നേ. ജനത്തിന് പ്രാണം കൊടുക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. മണിപ്പൂരിൽ ജനം പിടഞ്ഞു വീഴുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോകാതെ ദൈവങ്ങൾക്ക് പ്രാണം കൊടുക്കാൻ പോകുന്നതല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ തെളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ 2 കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ വിളിച്ചു പറയാം, ബ്രിട്ടാസെ അങ്ങനെയൊന്നും പറയരുത്, അവർ വളരെ അപകടകാരികളാണ് എന്ന് മയത്തിൽ പറയണം. ഭയമാണ് ഇവർക്ക്, ഭയമാണ്. പക്ഷെ അങ്ങനെ ഭയന്ന് നിന്നാൽ ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ആരുമില്ലാതായി.